ലാലൂർ ദേവസ്ഥാനത്താണ്. ആദ്യം ഭഗവാനെ ദർശിക്കാം. ഇന്ന് കർക്കിടകം 30 അതുപോലെ തന്നെ ഇന്ന് ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ദിവസമാണ്. പിന്നെ ഒരു നാരങ്ങമാല സമർപ്പണമുണ്ട് ഗണപതി ഭഗവാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജനിച്ച സ്ഥലം പറയുക, വീട്ടുപേര് പറയുക, അത് കഴിഞ്ഞിട്ട് നാള് പറയുക, അത് കഴിഞ്ഞ് പേരും വയസ്സും പറഞ്ഞ് നമ്മുടെ ആവശ്യം കൂടി പറയുമ്പോഴാണ് നമ്മുടെ ആ കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. പലർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല. എല്ലാവരും അമ്പലത്തിൽ പോവും, ക്ഷേത്രത്തിൽ പോവും, കാത്തുരക്ഷിക്കണേ. അതല്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലപ്രാപ്തിയുള്ളത്. ഏത് ക്ഷേത്രത്തിലായാലും നിങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ പേര് ഇന്ന നക്ഷത്രജാതനായ ഇന്നാള്, ഇപ്പോൾ ഇവരുടെ പേരും നാളൊക്കെ എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ കുഴപ്പമില്ല, അവരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാൻ മറന്നത്. ഇവർ മാസം മാസം ചെയ്യുന്നതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയാമെന്ന് കരുതിയതായിരിക്കാം. എന്നാലും പൈസ മാത്രം അയച്ചാൽ പോരാ, അത് കൃത്യമായിട്ട് നാളും പേരും വയസ്സും ഇതൊക്കെ ഇടുമ്പോൾ ഇന്ന സ്ഥലത്ത് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഇന്ന വീട്ടിൽ ഇന്ന നക്ഷത്രജാതൻ ജാത വയസ്സ് പേര് ഇന്ന നക്ഷത്രജാതയായ ഇന്ന ആള് ഇന്ന വയസ്സ് ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് നിങ്ങളാകുന്നുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ക്ഷേത്രത്തിലെ ഏത് മൂർത്തി ആയിക്കോട്ടെ അവരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് ആഗസ്റ്റ് 15. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അതുപോലെ തന്നെ സ്വാമിയുടെ അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്